ശ്രീല നമസ്കാരം. നമസ്തേ പ്രശാന്ത്. ശ്രീല, ഈ ഏഷ്യാനെറ്റുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തി എന്ന് പറഞ്ഞ് ബി.ജെ.പിക്കുള്ളിൽ ചില നേതാക്കൾക്കെതിരെ നടപടി വരുന്നതായിട്ട് ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് ഇതിന് കാരണം? അങ്ങനെ ഏഷ്യാനെറ്റിനെതിരെ ഈ ബി.ജെ.പി നേതാക്കൾ എന്തുകൊണ്ടാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത്? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നടപടികൾ അവർക്കെതിരെ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വരുന്നത് എന്നൊരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. എന്താണ് ഇതിന്റെ വിശദീകരണം? ഞാനും ആ പോസ്റ്റ് കണ്ടിരുന്നു. ബാലു നായർ എന്ന് പറയുന്ന ഒരു ബി.ജെ.പി പ്രവർത്തകന്റെയാണ്. ബാലുചേട്ടൻ നേരത്തെ ബി.ജെ.പിയുടെ ഭാരവാഹിത്വത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്, മെമ്പർഷിപ്പ് ഉള്ള ആളുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾ ബി.ജെ.പിയോ അല്ലെങ്കിൽ അതുവഴി ഏഷ്യാനെറ്റിനെയോ ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തിയാൽ ന്യായമായും ഒരുപക്ഷെ ചോദിക്കാനുള്ള അവകാശം ബി.ജെ.പിക്ക് ഉണ്ട്. കാരണം മെമ്പർഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ബി.ജെ.പിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിക്കാനുള്ള ഒരു വിശദീകരണം ചോദിക്കാം, അങ്ങനെയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്നത്, ഞാൻ ബാലുചേട്ടന്റെ 2-3 ദിവസത്തെ പോസ്റ്റ് ഞാൻ കാണുന്നുണ്ട്. ആ പോസ്റ്റിൽ ആദ്യത്തെ പോസ്റ്റ് ഏഷ്യാനെറ്റുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇപ്പോൾ ഇട്ടിരിക്കുന്ന അതിനുശേഷം ഇട്ട ഒരു പോസ്റ്റ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടായിരുന്നു. കേരളത്തിൽ കാലാവസ്ഥയും പ്രകൃതി ദുരന്തവും ഉണ്ടായപ്പോൾ ബി.ജെ.പിയുടെ ഔദ്യോഗിക പക്ഷത്തു നിന്നും ആദ്യ ദിവസങ്ങളിൽ ഒരു പ്രതികരണവും ഉണ്ടായില്ല എന്നതിനെ സംബന്ധിച്ചായിരുന്നു. അത് യഥാർത്ഥത്തിൽ ബി.ജെ.പിയെ വിമർശിക്കുന്നതിന് തുല്യമാണ്. അത്തരം ഒരു പരാമർശം മുമ്പോട്ട് വെച്ചപ്പോഴാണ് അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമുക്കറിയാം, രാജീവ് ചന്ദ്രശേഖർജി വന്ന ശേഷം, സംസ്ഥാന അധ്യക്ഷനായി വന്ന ശേഷം പാർട്ടിയിൽ പലതരത്തിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നടപടിക്രമങ്ങൾ പാർട്ടിയിലെ ഏതെങ്കിലും കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ അപ്പോൾ പുറത്താക്കുന്നു എന്നുള്ളത് മാത്രമാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അഴിമതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഗൗരവകരമായ ആരോപണം ഉയർന്ന ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ്. ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട ആൾക്കാരെ മാറ്റി നിർത്തിയപ്പോഴും ഒരു റിലീസ് പോലും കൊടുക്കാതെ അവരെ സംരക്ഷിച്ചുകൊണ്ട് മാറ്റി നിർത്തുന്ന രീതിയാണ് നമ്മൾ കണ്ടത്. ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ആരെങ്കിലും പോസ്റ്റ് ഇടുകയോ ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ ചെയ്യുന്നവർക്ക് അച്ചടക്കം എന്ന വാളോങ്ങിക്കൊണ്ട് അവർക്കൊക്കെ കത്ത് കൊടുക്കുമ്പോൾ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന രീതിയാണോ തുടരുന്നത് എന്ന സംശയം സ്വാഭാവികമായും ന്യായമായും ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയരും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അഴിമതിക്കാരെ സംരക്ഷിച്ചത് കൊണ്ട് തന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഓരോ മണ്ഡലത്തിലും 140 മണ്ഡലങ്ങളിലും ബി.ജെ.പി മത്സരിച്ച 140 മണ്ഡലങ്ങളിലും, അത് ഇപ്പൊ 2020യുടെ കാര്യം പുറത്തു വന്നു, 2020 അടക്കം എല്ലാ മണ്ഡലങ്ങളിലും അഴിമതിയും സ്വജനപക്ഷപാതവും ഇത്തരത്തിലുള്ള കാര്യങ്ങളും നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. എല്ലാവരും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എല്ലാവർക്കും പണം ഉണ്ടാക്കാനുള്ള ഉപാധി മാത്രമായിരുന്നു. ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം കേരളത്തിൽ വലിയ രീതിയിൽ മാറ്റം ഉണ്ടാക്കും, അത് മാത്രമല്ല ഒരു നാഷണൽ പേഴ്സണാലിറ്റി എന്ന രീതിയിൽ അദ്ദേഹം ഇവിടേക്ക് എത്തുമ്പോൾ പലരും കൊടുത്ത പണത്തിൽ കൂടുതൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കേന്ദ്രം ഒരു കാലത്തും നൽകിയിട്ടില്ലാത്ത അത്രയും പണം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ചെലവഴിക്കാനായി നൽകിയിട്ടുണ്ട്. പക്ഷെ അവയൊന്നും ചെലവഴിക്കാതെ ചെലവ് ചുരുക്കാനുള്ള മാർഗങ്ങളായി സ്ഥാനാർത്ഥികളെ നിർത്തുകയും, അതായത് ആരും പരിഗണിക്കാത്ത ഒന്നിനും കൊള്ളാത്ത പലരെയും സ്ഥാനാർത്ഥികളായി കൊണ്ടുവരുന്നു. ചില ബിസിനസ്സുകാരെ സ്ഥാനാർത്ഥികളായി കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ പുതുമുഖങ്ങളെ സ്ഥാനാർത്ഥികളായി കൊണ്ടുവരുന്നു. ഒരു ബന്ധവുമില്ലാത്തവരെ സ്ഥാനാർത്ഥികളായി കൊണ്ടുവരുന്നു. അപ്പോൾ തന്നെ ഈ സ്ഥാനാർത്ഥികളെ കൊണ്ടുവരുമ്പോൾ ഇതിൽ ചില ആൾക്കാരൊക്കെ ചില പേയ്മെന്റ് സീറ്റുകൾ, അതുപോലെ തന്നെ അടുത്തതുണ്ടായിട്ടുള്ളത് ചില തരത്തിലുള്ള പണം ചെലവഴിക്കുന്നതിനെ സംബന്ധിച്ച് എ ക്ലാസ് മണ്ഡലങ്ങൾ ബി ക്ലാസ് ആക്കുന്നു. അതുപോലെ തന്നെ ബന്ധമില്ലാത്ത, അതായത് സംഘടനയുമായി ബന്ധമില്ലാത്ത സ്ഥാനാർത്ഥികൾ വരുന്നത് നേതാക്കന്മാർക്ക് നല്ലതാണ്. കാരണം അവർക്ക് ഈ സംഘടനയെ പറ്റി ഒന്നും അറിയില്ല. കാണുന്ന അവരെ കൊണ്ടുവരുന്ന നേതാവായിരിക്കും അവർക്ക് ദൈവം. അപ്പോൾ ആ നേതാവ് 10 കോടി കൊടുക്കേണ്ടതിന് പകരം 1/2 കോടി കൊടുത്താലും അയാൾ വിചാരിക്കും ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കും. കാരണം സംഘടനയിൽ ആക്സസ് ഉണ്ടാവില്ല, സംഘടനയുടെ രീതി അറിയുന്നുണ്ടാവില്ല, സംഘടനയിൽ എങ്ങനെയാണ് പണം ചെലവഴിക്കുന്നതെന്ന് അറിയുന്നുണ്ടാവില്ല. ഇത്രയും പണമേ ഉള്ളൂ എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. മറ്റൊരു പാർട്ടിയിലും ഇത്തരത്തിൽ പണം കൊടുക്കുന്ന സംവിധാനങ്ങളില്ല. എല്ലാവരും അവരുടെ രീതിയിൽ പണങ്ങൾ സമാഹരിക്കുകയും തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്യുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇങ്ങനെ പണം കൊണ്ടുവന്ന് ചെലവാക്കുകയില്ല. ബി.ജെ.പി മാത്രമേ ഇങ്ങനെ ബൾക്കായി പണം ഇറക്കി സ്ഥാനാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുക, സ്ഥാനാർത്ഥികളെ നിർത്താൻ മാർഗം നോക്കുകയും ഒക്കെ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പണത്തിനുള്ള ആർത്തി വരുത്ത ഒരുപറ്റം ആൾക്കാർ ഈ സംഘടനയെ ഹൈജാക്ക് ചെയ്ത് സംഘടനയിൽ ഒന്നിനും കൊള്ളാത്തവരെ സംഘടനാ ഭാരവാഹികളാക്കി കൊണ്ടുവച്ച് നടത്തിയിട്ടുള്ള അഴിമതികൾ നമുക്കറിയാം. അതിൽ തന്നെ ആരോപണ വിധ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറിയുടെ ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി, മറ്റ് സെക്രട്ടറി, അതുപോലെ തന്നെ മറ്റൊരു വനിതാ സെക്രട്ടറി, അതുപോലെ തന്നെ മറ്റൊരു സംസ്ഥാന സെക്രട്ടറി, അങ്ങനെ വൈസ് പ്രസിഡന്റ് സോമൻ, അങ്ങനെ പലരും
ആരോപണ വിധേയരായി മുന്നിൽ നിൽക്കുകയാണ്. പക്ഷെ ഈ ആരോപണ വിധേയരായി മുന്നിൽ നിൽക്കുമ്പോഴും ഇപ്പോ അവര് വളരെ ആക്റ്റീവായി സജീവമായി സംഘടനാ പ്രവർത്തനത്തിൽ ഇടപെടുകയും പരിപാടികൾ പങ്കെടുക്കുകയും എല്ലായിടത്തും പോവുകയും എല്ലായിടത്തും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം നടത്തുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ ഈ അണികളുടെ ഇടയിൽ അഴിമതി നടത്തിയാൽ ഇത്രയൊക്കെ സംഭവിക്കാനുള്ളൂ, സുരേഷിനെ തൊടാൻ കഴിയില്ല, സുരേഷിനെ തൊട്ടാൽ തന്നെ സുരേഷിന് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ പലരും എന്നോട് പറഞ്ഞു, സുരേഷിന് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഈ ടൈമിൽ അല്പം മാറ്റി നിർത്തിയാലും അടുത്ത ടൈമിൽ കയറി വരും. ഇങ്ങനെയാണ് ബി.ജെ.പിയുടെ ഒരു സംഘടനാ സംവിധാനം. കാരണം സുരേഷിന്റെ ഭാര്യയ്ക്കും സുരേഷിനും ഒക്കെ കുടുംബപരമായ RSSുമായി ചില ബന്ധങ്ങളുണ്ട്. അതൊക്കെ മുതലാക്കിക്കൊണ്ട് ഭാര്യയൊക്കെ ഇറങ്ങി അതൊക്കെ മുതലാക്കിക്കൊണ്ട് അങ്ങനെ തിരിച്ചു വരാനുള്ള സാധ്യത ഏറും എന്നുള്ള തരത്തിലാണ് പലരും സംസാരിക്കുന്നത്. അത് മാത്രമല്ല, ഇതുവരെ നടപടിയിലേക്ക് പോയിട്ടില്ല. മാറ്റി നിർത്തപ്പെട്ട സംസ്ഥാന സെക്രട്ടറിയെ പേടിച്ചാണ് ഭാരവാഹി യോഗം നടത്താത്ത തരത്തിലുള്ള വാർത്തകൾ വരുന്നു. ഏതായാലും അവരെയും നോട്ടീസ് കൊടുത്ത് ഒഴിവാക്കിയതല്ല, മാറ്റി നിർത്തിയതാണ്. നോട്ടീസ് കൊടുത്ത് ഇന്ന കാര്യം കൊണ്ടാണ് ഒഴിവാക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അവരോട് അവിടേക്ക് വരരുത്, പണം തിരിച്ചടക്കണമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അവിടേക്ക് വരാൻ സാധിക്കാത്തതും. അതൊക്കെ ശരി തന്നെയാണ്. അങ്ങനെ ഒരാൾക്കെതിരെ മാത്രമല്ലല്ലോ നടപടി. അതിന് കാരണമായതാരാണ്? ഒരിക്കലും ഈ അഞ്ജന എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറി മാത്രം ചെയ്തൊരു കൃത്യമല്ല. അത് അതിന്റെ പിന്നിൽ അവർക്ക് വ്യക്തമായി അവരുടെ പിന്നിൽ നിൽക്കാൻ ആളുള്ളത് കൊണ്ടാണ് അവർക്ക് ഇത്തരത്തിൽ അഴിമതി കാണിക്കാൻ കഴിഞ്ഞെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറിയായ എസ് സുരേഷ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇതൊക്കെ ആരെങ്കിലും ചൂണ്ടിക്കാട്ടുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ഇനി ആരും ഇത് പറയാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ അച്ചടക്കത്തിന്റെ വാള് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള നോട്ടീസുകൾ അയക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബാലുചേട്ടന് നോട്ടീസ് അയച്ചപ്പോ ഞാൻ നോട്ടീസ് ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ബാലുചേട്ടൻ വി മുരളീധരനുമായും കെ സുരേന്ദ്രനുമായും ഒക്കെ ബന്ധമുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിപരമായി ആരെങ്കിലും പറയുന്ന കാര്യത്തെയും നേതാക്കന്മാരിലേക്ക് കണക്ട് ചെയ്തത് കെ സുരേന്ദ്രന്റെയും വി മുരളീധരന്റെയും പ്ലാനാണ്, കണ്ടില്ലേ ബാലു പറയുന്നതെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമവും ഇതിന്റെ പിന്നാലെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, അതെ, ആ ഒരു ഗ്രൂപ്പിസം എന്നുള്ളതല്ല, ഈ വിവാദങ്ങൾക്കെല്ലാം പിന്നിൽ അവരാണ്. അത് രാജീവ് ചന്ദ്രശേഖർജിയെ തകർക്കാനുള്ള നീക്കമാണ്, അത് ഏഷ്യാനെറ്റിനെ ലക്ഷ്യം വെക്കുന്നു എന്ന നീക്കമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അഴിമതിക്കാരെല്ലാം ചേർന്ന് ഇത്തരത്തിലുള്ള നീക്കം നടത്തുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട അതെ, ഇപ്പൊ ഏഷ്യാനെറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണെങ്കിലും കേരളത്തിലെ ബി.ജെ.പിയുടെ അണികളും അതുപോലെ തന്നെ കേരളത്തിലെ സംഘടനാ സംവിധാനത്തിലുള്ളവരും എല്ലാം, സംഘടനാ സംവിധാനത്തിന് പുറത്തു നിൽക്കുന്നവരും സംഘടനാ സംവിധാനത്തിനകത്തുള്ളവരും ഒക്കെ ഇപ്പം പലപ്പോഴും ഏഷ്യാനെറ്റിന്റെ കുറ്റം പറഞ്ഞു കേൾക്കാറുണ്ട്. ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനം രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആൾ അദ്ദേഹം അവിടെ പണം മുടക്കിയത് ഇന്നോ ഇന്നലെയോ അല്ല. അദ്ദേഹം കേന്ദ്രമന്ത്രി ആയിരിക്കുമ്പോഴും ഏഷ്യാനെറ്റ് ഉണ്ട്, ഏഷ്യാനെറ്റിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഏഷ്യാനെറ്റിൽ ബി.ജെ.പിക്കെതിരെ വിമർശനങ്ങൾ വരുന്നുണ്ട്. ചില സമയങ്ങളിൽ ഏഷ്യാനെറ്റിനെ ബഹിഷ്കരിക്കുന്ന രീതി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഏഷ്യാനെറ്റിനെ കടന്നാക്രമിക്കുന്ന രീതി ഉണ്ടായിട്ടുണ്ട്, ഏഷ്യാനെറ്റിനെ ചില സമയങ്ങളിൽ വലിയ രീതിയിൽ ബഹിഷ്കരിക്കുന്ന രീതി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അത് എന്തുകൊണ്ടാണ് ഈ സമയത്ത് അത് കൂടുതലായി വരുന്നത് എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് ഈ ലോജിക്ക് നമുക്ക് പിടികിട്ടുക. അതായത് രാജീവ് ചന്ദ്രശേഖറെ കൂടി ഈ ഒരു പ്രശ്നത്തിലേക്ക് വലിച്ചിടാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാധ്യമ സ്ഥാപനത്തിലെ ഈ പ്രശ്നത്തിലേക്ക് വലിച്ചിടാൻ ഈ അഴിമതിക്കാരായവർ കൂടുതൽ നടപടികളിലേക്ക് പോകാതിരിക്കാൻ, കണ്ടില്ലേ അങ്ങേയും ആക്രമിക്കുന്നുണ്ടല്ലോ, അങ്ങയുടെ സ്ഥാപനത്തെ ആക്രമിക്കുന്നുണ്ടല്ലോ, ഇതുപോലെയാണ് ഞങ്ങളെയും ആക്രമിക്കുന്നതെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ എന്ന് ന്യായമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു മാധ്യമ സ്ഥാപനത്തെ കുറിച്ച് ഇനി കുറച്ച് സാങ്കേതികത പറയാം. ഒരു മാധ്യമ സ്ഥാപനം തുടങ്ങുമ്പോൾ മാധ്യമ സ്ഥാപനത്തിൽ മുതൽ മുടക്കുന്ന പലരും ഉണ്ടാകും. ഈ മുതൽ മുടക്കുന്നവരുടെ ഒക്കെ താല്പര്യത്തിനനുസരിച്ച് ഒരു മാധ്യമ സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് രൂപീകരിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനം അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിൽ ആ മാധ്യമ സ്ഥാപനത്തിൽ പണം മുടക്കുന്നവരുടെ ബിസിനസ്സാണിത്. പക്ഷേ അവിടുത്തെ എഡിറ്റോറിയൽ പോളിസി തീരുമാനിക്കുന്നത് എഡിറ്ററും മറ്റുള്ളവരുമാകും. അതിൽ യാതൊരു സംശയവും. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സ്ഥാപനത്തിലും ഇത്തരത്തിൽ 1-2 പേർ മുതൽ മുടക്കിയിട്ടുണ്ട്. പക്ഷേ അവരൊന്നും എന്റെ എഡിറ്റോറിയൽ പോളിസിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്താൻ ഞാൻ അനുവദിക്കില്ല. ആദ്യമേ തന്നെ ഈ പണം അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരോട് ആദ്യമേ തന്നെ ഞാൻ പറയുന്നത് എഡിറ്റോറിയൽ പോളിസിയിൽ നിങ്ങൾക്ക് ഇടപെടാൻ കഴിയില്ല, നിങ്ങൾ എഡിറ്റോറിയൽ പോളിസിയിൽ ഇടപെടരുത് എന്നുള്ളത് തന്നെയാണ്. ആ എഗ്രിമെന്റിന്റെ പുറത്ത് തന്നെയാണ് അവിടെ പണം നിക്ഷേപിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി പണം നിക്ഷേപിക്കാൻ അല്ലെങ്കിൽ ഈ ബിസിനസിന്റെ ഭാഗമാകാൻ നമ്മൾ ശ്രമിക്കാറുള്ളത്. അപ്പോ ഈ രാജീവ് ചന്ദ്രശേഖർജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേന്ദ്രമന്ത്രി ആയിരുന്നപ്പോഴും ഏഷ്യാനെറ്റ് ഇതേ പരിപാടി തന്നെയാണ് തുടരുന്നത്. പക്ഷെ അവിടെയും എനിക്കൊരു വിയോജിപ്പുള്ളത്, ഇപ്പോ കേരളത്തിൽ ബി.ജെ.പിയുടെ, എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, കേരളത്തിൽ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടി ആൾക്കാർ തങ്ങളെ ആക്രമിക്കുമെന്നുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, ജേർണലിസ്റ്റുകളുടെയൊക്കെ ഭാഷ മാറിയിരിക്കുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കൺസേൺ ഉള്ള കാര്യമാണ്. ഇപ്പോ മലയാളത്തിലെ ഏറ്റവും മികച്ച ജേർണലിസ്റ്റുകളിൽ വളരെ പ്രധാനപ്പെട്ട ജേർണലിസ്റ്റുകളിൽ മിതത്വമുള്ള ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു ഉണ്ണി ബാലകൃഷ്ണൻ എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട.
ഉണ്ണി ബാലകൃഷ്ണൻ ഇത്രയും കാലം അങ്ങനെ തന്നെയായിരുന്നു പോയിരുന്നത്. എന്നാൽ ഇപ്പോ ഉണ്ണിച്ചേട്ടന്റെ രീതിയൊക്കെ മാറിയിരിക്കുന്നു. അത് ഈ റിപ്പോർട്ടർ ചാനലിൽ പോയി റിപ്പോർട്ടറിലെ ആൾക്കാരുടെ ബഹളം കണ്ട് ആണോ എന്ന് എനിക്കറിയില്ല. ഈ സുജയ് പാർവതിയൊക്കെ പിന്നെ ട്രോളും പറഞ്ഞും അല്ലെങ്കിൽ ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നതിനെയൊക്കെ നാട്ടുകാരൊക്കെ എടുത്തിട്ട് പ്രകീർത്തിച്ചപ്പോ ഏറ്റവും താഴെത്തട്ടിൽ ജോലി ചെയ്തിരുന്ന സുജയ് പാർവതി ഒരു സുപ്രഭാതത്തിൽ ചീഫ് എഡിറ്റർ ആയതുകൊണ്ടോ എന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ആയതുകൊണ്ടാണോ എന്തോ എന്നറിയില്ല, ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടുകയും പെട്ടെന്നൊരു സ്ഥാപനത്തിന്റെ ചീഫ് എഡിറ്ററായി മാറുകയും ഒക്കെ ചെയ്തപ്പോ ഒരുപാട് വർഷത്തെ സർവീസുള്ള ഉണ്ണി ബാലകൃഷ്ണൻ, വേണു ബാലകൃഷ്ണൻ, അത്തരത്തിലുള്ള പരിണതപ്രജ്ഞരായിരുന്ന മാധ്യമപ്രവർത്തകരൊക്കെ, ഒരുപക്ഷെ ഇപ്പൊ നമുക്കറിയാം വിനു വി ജോൺ പോലും വളരെ പ്രഗത്ഭനായ ജേർണലിസ്റ്റ് ആണ്. വിനു വി ജോൺ പോലും ഒരു സ്ഥാപനത്തിന്റെ ചീഫ് എഡിറ്ററോ അല്ലെങ്കിൽ അത്തരത്തിലായിട്ടില്ല. അപ്പോ അങ്ങനെയുള്ളവരൊക്കെ നിൽക്കുമ്പോ ഇത്തരത്തിലുള്ള ആൾക്കാർ ചാടി പോകുന്നതിനൊപ്പം എത്താൻ ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകൾ കാട്ടുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഭാഷ വളരെ മോശമായിരിക്കുന്നു. അപ്പൊ നമുക്കറിയാം സാധാരണഗതിയിൽ ഈ സറ്ററിക്കൽ പ്രോഗ്രാം ഒക്കെ ഉണ്ട്. ഈ സറ്ററിക്കൽ പ്രോഗ്രാമിന്റെ ഭാഷയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റിലെ പല ജേർണലിസ്റ്റുകൾ ഉപയോഗിക്കുന്നത് കാണാൻ കഴിയും. ഈയിടെ ഞാൻ കണ്ട ഏറ്റവും വൃത്തികെട്ട ഒരു ഒരു ഭാഷ എന്ന് പറയുന്നത്, നരേന്ദ്രമോദി ചെറിയ കുട്ടികൾ പറഞ്ഞതിനോട് ക്ഷമ നൽകിയിരിക്കുന്നു എന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട കാര്യമാണോ ക്ഷമ പറയുന്നത്? ഒരാൾ ഏതെങ്കിലും ഒരു, ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ് എന്നുള്ളതാണ്. ഒരാളോട് ക്ഷമിക്കുക, ഒരാളിനോട് ക്ഷമിക്കുക എന്ന് പറയുന്നത് വളരെ രണ്ടും, ക്ഷമ പറയുന്നതും ക്ഷമിക്കുന്നതും രണ്ടും ക്വാളിറ്റി തന്നെയാണ്. കാരണം നമുക്ക് ഒരാളോട് ക്ഷമിക്കാൻ നമ്മുടെ മാനസിക നിലയിൽ ഒരുപാട് മാറ്റം വരണം. സാധാരണ മാനസിക നിലയിൽ അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ കുറ്റകൃത്യങ്ങൾ, ഇപ്പൊ എനിക്കൊരാളോട് വൈരാഗ്യം ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ആ വൈരാഗ്യം അയാളോട് തീർക്കാൻ ശ്രമിക്കാറില്ല. അയാളെ ഞാൻ ആ വഴിക്ക് വിടും, ഞാൻ ആ വഴിക്ക് നോക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അയാൾ അവിടെ കിടന്ന് ബഹളം വെച്ചോട്ടെ, എന്റെ വിഷയമല്ല, ഞാൻ എന്റെ വഴിക്ക് പോകും എന്നുള്ളതാണ്. നേരെ മറിച്ച് ഞാനും കൂടി അതിനെ പ്രതിരോധിക്കാൻ നിന്നാൽ രണ്ട് തരത്തിലുള്ള പ്രശ്നമാണ്. ഒന്ന്, ഞാൻ നെഗറ്റീവായി മാറും, ഒരുപക്ഷെ നാളെ ഞാനൊരു ക്രിമിനലായി മാറാം. അപ്പോ ആ വിഷയങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഞാൻ എന്റെ കുട്ടിയെ പഠിപ്പിക്കുന്നതും എനിക്കറിയാവുന്നവരോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, അത് വിട്, പോസിറ്റീവായ കാര്യങ്ങൾ ആലോചിക്കൂ, അതിന്റെ വഴിക്ക് വിടൂ, പ്രകൃതി ചെയ്യേണ്ടത് ചെയ്തോളും, അല്ലെങ്കിൽ ഈശ്വരൻ ചെയ്യേണ്ടത് ചെയ്തോളും. നമ്മൾ ഒരാളെ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഒരാളെ നേരിട്ട് ആക്രമിക്കാനോ പോകുന്നത് ഒരു നല്ല വഴിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്ന ആളുമല്ല. അത് ഒരു ഹൈന്ദവ തത്വത്തിന്റെ ഏറ്റവും അടിസ്ഥാനവും അത് തന്നെയാണ്. ഹൈന്ദവ വിശ്വാസത്തിന്റെ ഹൈന്ദവ രീതികൾ എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോ നരേന്ദ്രമോദി ഈ കുട്ടികൾ അയാളുടെ വ്യക്തിപരമായ കാര്യത്തെ, അമ്മയെ അച്ഛനെയും ഒക്കെ പറഞ്ഞത്, അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കേസെടുക്കേണ്ടതില്ല, താൻ കുട്ടികളോട് ക്ഷമിച്ചിരിക്കുന്നു. കുട്ടികൾ എന്ന് പറയുന്നത് ചെറിയ പ്രായത്തിലുള്ള ആൾക്കാരാണ്. അത് മറയാക്കിയാൻ തോന്നി. ജാൻമണിദാസിനെ പോലെ 10-60 വയസ്സുള്ളവർക്കെതിരെ ഒന്നും കേസെടുക്കുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. അത് മറയാക്കി വെച്ചിട്ട് കേസിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവര് ഇത്രയും ദിവസം അനങ്ങാതിരുന്ന ആള് പുതിയ ഡാൻസും ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് മറയാക്കി വെച്ച് കേരളത്തിലെ പോലീസ് അടക്കം അത് ചെയ്യുന്നുണ്ട്. കുട്ടികളോട് ക്ഷമിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കുട്ടികൾ എന്ന് പറയുന്നത് വളർന്നു വരുന്ന, ഇപ്പൊ നമ്മൾ പല കുട്ടികളെയും ചെറുപ്പത്തിലെ കാര്യങ്ങൾ പറഞ്ഞ് ചിലപ്പോ ഒക്കെ വ്യക്തിപരമായി ആക്രമിക്കുന്ന കാണാറുണ്ട്. ഞാൻ അതിനെതിരാണ്. ഈ അടുത്ത കാലത്തൊക്കെ അങ്ങനത്തെ ചില സംഭവങ്ങൾ അവരവർക്ക് ദേഷ്യം വരുമ്പോ കുട്ടികളെ പറഞ്ഞ് ഏതെങ്കിലും രീതിയിൽ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നൊക്കെ കാണാറുണ്ട്. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മളെല്ലാവരും പല വിധത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്നവരാ. ലോകത്തെല്ലാവരും അങ്ങനെയാ. തെറ്റ് ചെയ്താണ് നമ്മൾ ചിലപ്പോൾ ശരിയിലേക്ക് വരുന്നത്. ഒരുപക്ഷെ നമുക്കറിയാത്ത കാര്യങ്ങൾ, നമ്മൾ ചിലപ്പോ ചില വഴികളിൽ നമ്മൾ അറിയാതെ പോകുന്നത്, അങ്ങനെ ഒരുപാട് തെറ്റുകൾ നമ്മൾ ലോകത്തുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ തെറ്റുകളില്ലാതെ ജീവിക്കുന്നവരില്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മളൊക്കെ ഏവരും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് തിരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു വ്യക്തി ഏറ്റവും നല്ല വ്യക്തിയായി രൂപാന്തരപ്പെടുന്നത്. അത് മാത്രമല്ല, പ്രായത്തിനനുസരിച്ച് നമ്മുടെ മാനസികാവസ്ഥയിലും ബാക്കിയുള്ള കാര്യങ്ങളിലും ഒക്കെ മാറ്റം വരും. നരേന്ദ്രമോദിയെ പോലെ അദ്ദേഹം ഇത്രയും വർഷത്തെ പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയക്കാരൻ, യോഗയടക്കം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ, ഒരു പ്രധാനമന്ത്രി, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, വളരെ ശക്തമായി നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ അദ്ദേഹം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിനെ കളിയാക്കിക്കൊണ്ട് സിനിമാ ഡയലോഗിലെ പോലെ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നാണ് വാർത്ത കൊടുത്തിട്ടുള്ളത്. അതിനെ തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ടതാണ്. ആ കണ്ടന്റും രീതിയും ജേർണലിസ്റ്റുകളുടെ ഭാഷയും എതിർക്കപ്പെടേണ്ടതാണ്. ഇപ്പൊ നമുക്കൊക്കെ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോ, ഇപ്പൊ തന്നെ ശ്രീമതി ടീച്ചറുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് ഈ ഓൺലൈൻകാരെ വിളിക്കുന്നത് മഞ്ഞപ്പത്രം, അശ്ലീലം പറയുന്നു, മഞ്ഞപ്പത്രം പറയുന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ 1-2 സ്ഥലത്ത് ഈ ഭാരത് ലൈവിന്റെ പേര് വരെ മെൻഷൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അശ്ലീലവും പറയാറില്ല, വർഗീയതയും പറയാറില്ല, മഞ്ഞപ്പത്രത്തിന്റെ രീതിയിൽ തരം താഴാറുമില്ല, പറയുന്നത് വാർത്തയാണ്. അപ്പൊ അതിൽ ആരാണ്ടിരുന്ന് പറയുന്നത്, അവിടെ ഇരുന്ന് സ്ത്രീകളൊക്കെ ഇരുന്ന് വർഗീയത പറയുകയാണെന്നാ പറഞ്ഞത്. ഞാൻ മാത്രമാണ് ഇവിടെ, വേറൊരു പെൺകുട്ടിയുണ്ട്, പക്ഷെ ആ പെൺകുട്ടി ആരും കാണാറില്ല, ഇവിടെ ഇരുന്ന് വർഗീയത പറയുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ ഇന്ന് വരെ വർഗീയത പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഫാക്ച്വലായ കാര്യം മാത്രമാണ്.
അപ്പൊ ഇപ്പൊ ശ്രീമതി ടീച്ചറുടെ കാര്യത്തിലാണേലും സംഭവിച്ചത് പോയെന്ന് നമുക്കറിയാം എന്താണ് സംഭവിച്ചതെന്ന്. നിയമസഭാ രേഖകളിൽ വന്നൊരു ശ്രീമതി ഈ ശ്രീമതിയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു. വേറൊരു ശ്രീമതിയെ അറിയാനുള്ള സാധ്യതകളില്ല. ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യേണ്ടതായിരുന്നു. ചെറിയ കുട്ടിയായതുകൊണ്ട് ക്രോസ് ചെക്ക് ചെയ്യാൻ സാധിച്ചില്ല, അത് പറ്റിപ്പോയി. പക്ഷെ അതിനെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ മനഃപൂർവ്വം ശ്രീമതി ടീച്ചറെ വേട്ടയാടാൻ ശ്രമിച്ചു എന്ന രീതിയിലേക്ക് ആക്കി തീർക്കുന്ന രീതിയാണ് കാണുന്നത്. അപ്പൊ അത് അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്. യാഥാർത്ഥ്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിന്റെ പുറത്ത് എത്ര കൊണ്ടുവന്ന് പറയാൻ ശ്രമിച്ചാലും ഇത് സംഭവിച്ചിട്ടുള്ള ഒരിക്കലും ടീച്ചറെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു ശ്രമമല്ല നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ ഏഷ്യാനെറ്റ് അടക്കമുള്ളവർ ബാക്കിയുള്ള ഓൺലൈൻകാരെ മഞ്ഞപ്പത്രം എന്ന് ആക്ഷേപിക്കുമ്പോൾ അതിലും മോശമായ ഭാഷയിലേക്ക് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ ഭാഷ രൂപപ്പെടുന്നു എന്നുള്ളത് വളരെ മോശപ്പെട്ട കാര്യമാണ്. ഞാൻ തന്നെ ന്യൂസ് 8 ഡെസ്കിൽ ഇരുന്ന സമയത്ത് ഞാൻ കണ്ടൊരു കാര്യം, വാർത്തകളെ വളച്ചൊടിക്കുന്നുണ്ട്, ഒരു സംശയം വേണ്ട. ഞാൻ ന്യൂസ് 8 ഡെസ്കിൽ ഇരുന്ന സമയത്ത് ഒരിക്കൽ ശോഭാ സുരേന്ദ്രന്റെ ഒരു പ്രസംഗം, ശോഭാ സുരേന്ദ്രൻ ചോദിക്കുന്നത് MV ജയരാജനോടാണ്, തെക്കോട്ട് എടുക്കാറായില്ലേ എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന് അന്ന് അവിടെ ഡെസ്കിൽ ഉണ്ടായിരുന്ന, ഞാൻ ആള് പറയുന്നില്ല, ഇടതുപക്ഷത്തിന്റെ ഏറ്റവും ശക്തനായ ഒരാൾ, ഇപ്പോ സട ഒഴിഞ്ഞ സിംഹമാണ്. അപ്പൊ നേരത്തെയൊക്കെ ഏഷ്യാനെറ്റിലൊക്കെ ഉണ്ടായിരുന്ന വലിയ പുള്ളിയായിരുന്ന ഒരാളാണ്, ഓടി എന്ന് പറയുന്നു ശോഭാ സുരേന്ദ്രന്റെ ഭീഷണി പ്രസംഗം. അപ്പൊ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു ചോദിച്ചു, എവിടെയാണ് അതിന് ഭീഷണി എന്ന് ചോദിച്ചു. ഭീഷണി എന്ന് പറഞ്ഞാൽ ജയരാജ നിന്നെ ഞങ്ങൾ തെക്കോട്ട് എടുപ്പിക്കും എന്നാണ്. അപ്പോ തെക്കോട്ട് എടുക്കാറായില്ലേ എന്ന് വെച്ചാൽ ഒരു കൊളോക്കിയൽ ഭാഷയാണ്. അത് നമ്മൾ പരസ്പരം ചിലപ്പോൾ ചോദിക്കാം തെക്കോട്ട് എടുക്കാറായില്ലേ എന്തിന്. അപ്പൊ അതൊരു കൊളോക്കിയൽ ലാംഗ്വേജ് ആണ്, പ്രസംഗത്തിലൊക്കെ സാധാരണ ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്. ഒരു തമാശ രൂപേണ അല്ലെങ്കിൽ അത് ഒരു വയസ്സായില്ലേ എന്ന പ്രയോഗത്തിന് പകരം ചോദിക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് അതിൽ ഭീഷണിയില്ല. അപ്പോഴാണ് ശരി എന്നാ പിന്നെ അത് ഭീഷണിയല്ല എന്ന് പറഞ്ഞ് പുറത്തു പോകുന്നത്. അല്ലെങ്കിൽ അന്ന് അത് ശോഭാ സുരേന്ദ്രന്റെ ഒരു ചാനലിൽ ഭീഷണി പ്രസംഗം ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ മറ്റെല്ലാ ചാനലുകളും അത് ചെയ്യാൻ നിർബന്ധിതരാകും. ആരും അതിന്റെ ഫാക്ട് ചെക്കോ എററോ ഒന്നും ചെക്ക് ചെയ്യില്ല ഇത്തരം വാക്കുകൾ. അപ്പോ സ്വാഭാവികമായി നമുക്ക് മുന്നിൽ കാണുന്ന വിഷയത്തെ നമുക്ക് പെട്ടെന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യത്തെ ക്രോസ് ചെക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോ അത്രയും ഉണ്ടായിട്ടും അതിന്റെ തലപ്പത്തൊരു സ്ത്രീ ഇരുന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ആശാൻ ക്ഷമിച്ചു എന്ന് കൊടുത്തതിനെ എതിർക്കാതിരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊരു വളരെ മോശപ്പെട്ട പ്രയോഗമാണ്. അദ്ദേഹം ചെയ്തത് ഏറ്റവും നല്ല കാര്യമാണ്. ചെറിയ കുട്ടികളെ ട്രോമയിലേക്ക് തള്ളിവിടാതെ ആ കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, കുട്ടികൾക്ക് അങ്ങനെയാണ്, ആരെങ്കിലും പറയുന്നത് കേട്ട് പറയുന്നതാണ്, അല്ലാതെ സ്വയം അഭിപ്രായം രൂപപ്പെടുന്ന ഒരു പ്രായമല്ല. ആ പ്രായത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളെ നമ്മളെപ്പോലുള്ള മുതിർന്നവർ ആ വിഷയത്തിൽ പുലർത്തേണ്ടത് സംയമനമാണ്. എന്നോട് ആരെങ്കിലും അങ്ങനെ പെരുമാറിയാലും ഞാനും അങ്ങനെ തന്നെ പെരുമാറുകയുള്ളൂ. കാരണം നമ്മൾ മനസ്സിലാക്കും, നമുക്ക് മറ്റുള്ള കുട്ടികളുടെ ഒരു മാനസിക, നമ്മളും ഈ പ്രായം കഴിഞ്ഞ് വന്നവരാണ്, നമുക്ക് എന്തറിയാം നമ്മുടെ അവസ്ഥ എന്തായിരുന്നു, ആരെങ്കിലും പറയുന്നത് കേൾക്കുന്നതല്ലാതെ സ്വയം അഭിപ്രായം രൂപപ്പെടുന്ന സമയമല്ല ഇതൊക്കെ നമുക്കറിയാം. അപ്പൊ ആ സമയത്ത് അദ്ദേഹം ഇനി കേസ് വേണ്ട, അത്തരത്തിലൊരു നിയമവ്യവഹാരത്തിലേക്ക് പോയില്ല. ആ കുട്ടിയുടെ അമ്മ കഴിഞ്ഞ ദിവസം തന്റെ മകൾക്ക് പിറന്നാളിന് കിട്ടിയ ഏറ്റവും നല്ല സമ്മാനമാണ് അദ്ദേഹം ട്രോമ ഒഴിവാക്കി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മാത്രം ഇതെന്തോ മോശം കാര്യമായും ഏറ്റവും വൃത്തികെട്ട കാര്യമായും തോന്നി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഏഷ്യാനെറ്റ് ചെയ്യുന്നത്, ഏഷ്യാനെറ്റ് ആണ് ആ ടൈറ്റിൽ കൊടുത്തിരുന്നത്, ആ ഹെഡിങ് ഏഷ്യാനെറ്റിന്റെ ആയിരുന്നു, ആശാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന്. അതൊക്കെ വളരെ ഏഷ്യാനെറ്റ് വളരെ വളരെ ബോധപൂർവം ഇങ്ങനെ BJPയെ കടന്നാക്രമിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം BJP അണികളിൽ നിന്നുണ്ടാകുന്നുമുണ്ട്. തീർച്ചയായും പ്രശാന്തെ, വാർത്ത ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും ഏത് വാർത്തയിലും വാർത്തയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് സന്തോഷവും, വാർത്ത ആരാണോ ഇരയായി പോകുന്നത്, ആ വാർത്തയുടെ ആരാണോ വാർത്തയിൽ ഇടം നേടുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം 90% വാർത്തകളും ഇത്തരത്തിലുള്ള വാർത്തകൾ, എന്തെങ്കിലും പ്രശ്നമുള്ള വാർത്തകളാണെങ്കിൽ ആ വാർത്തകൾ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത് നമുക്കറിയാം സ്വാഭാവികമായി. ഇപ്പൊ BJPയെ വിമർശിക്കുമ്പോൾ, BJP ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, BJPയെ വിമർശിക്കരുത് എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല. മാധ്യമപ്രവർത്തകരെ അടക്കം, ഇപ്പൊ എന്നെ അടക്കം മാറ്റി നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇവര് പല ഘട്ടങ്ങളിൽ രംഗത്ത് വന്നിട്ടുണ്ട് BJPക്കാർ. അത് BJPക്കാരുടെ വിവരമില്ലായ്മയാണ് യഥാർത്ഥത്തിൽ. കാരണം ആരെങ്കിലും ഒരാൾ എതിരഭിപ്രായം പറഞ്ഞാൽ ഉടനെ അവരെ അങ്ങ് ഇല്ലാതാക്കി കളയുക എന്നുള്ളതല്ല ശരിക്കും ജനാധിപത്യത്തിന്റെ രീതി. അതൊരു ശരിയായ നടപടിയുമല്ല. നമുക്കിപ്പോ BJPയിൽ മെമ്പർഷിപ്പ് ഉള്ളവർ അവരുടെ കാര്യം നമുക്ക് മനസ്സിലാക്കാം. BJP മെമ്പർഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ BJPയുടെ ഭാഗമായിരിക്കുന്നവരെ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഭാരവാഹിത്വം വഹിക്കുന്നവരാണ് അത് പറയുന്നതെങ്കിൽ അത് ശരിയാണ്. പക്ഷെ മാധ്യമപ്രവർത്തകരായിരിക്കുമ്പോൾ നമുക്ക് അഭിപ്രായം പറയാൻ പാടില്ല എന്നില്ല. മാധ്യമപ്രവർത്തകരായിരിക്കുമ്പോൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഒഴിവാക്കി നിർത്താൻ കഴിയില്ല. ഏഷ്യാനെറ്റ് പോലുള്ള ഒരു സ്ഥാപനത്തിന് അവര് നിഷ്പക്ഷമായി നിലനിൽക്കുന്നു എന്ന് പറയുന്ന എല്ലാ വാർത്തകളും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മാധ്യമമാണ്. നിഷ്പക്ഷമല്ലെങ്കിലും എല്ലാ രാഷ്ട്രീയക്കാരുടെയും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മാധ്യമമാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കൊരു ചാനൽ ഉണ്ടല്ലോ, ജനം പോലുള്ള ചാനലുകൾ, നിങ്ങൾ അത്തരം വിഷയങ്ങളെ കൗണ്ടർ ചെയ്തുകൊണ്ട് അതിൽ തിരുത്തൽ ശക്തിയായി ആ ചാനലുകൾ ഉപയോഗിച്ച് നിങ്ങൾ പൊരുതണം. അതാണ് അവിടെ ചെയ്യേണ്ടത്.
അത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന മൊത്തം കോൺഗ്രസ്സുകാരാ. അല്ല അവിടെ ഞാൻ ഇരിക്കുന്ന 90% ആൾക്കാരും കോൺഗ്രസ്സുകാരാ. പിന്നെ എങ്ങനെയാണ് പൊരുതാൻ കഴിയുക? അവിടെ തന്നെ എന്നോട് നരേന്ദ്രമോദിയെ കുറിച്ച് വളരെ മോശമായി സംസാരിച്ച, നരേന്ദ്രമോദിയാണോ ഇന്ത്യ പിന്നെ ഉണ്ടാക്കിയത് എന്ന് അത് കുറച്ചുകൂടി ഈ വൾഗറായ ഭാഷയിൽ ചോദിച്ച ആൾക്കാരൊക്കെ അവിടുത്തെ സ്റ്റാഫുകളാ ഇപ്പോ. അവിടുത്തെ വലിയ അപ്പൊ ഉയർന്ന അതുകൊണ്ട് പദവികളിൽ ജോലി ചെയ്യുന്നവരാണ്. അവരുടെ ആഭ്യന്തര അതെ അതെ എന്റെ ഒപ്പം ജോലി ചെയ്തിട്ടുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്, അവർക്കത് ചെയ്യാം. പക്ഷെ അവർ ചെയ്യേണ്ടത് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോ ഒന്നുകിൽ BJP സ്വന്തമായി ചാനൽ ഉണ്ടാക്കണം, ചാനൽ ഉണ്ടാക്കി പ്രതിരോധിക്കാൻ ശ്രമിക്കണം, വിഷയങ്ങളുടെ സത്യാവസ്ഥ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരണം, അത്തരം കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കണം. BJPക്ക് വേണ്ടി മാത്രമായി ഒരു ചാനൽ ഉണ്ടാക്കണം. ഇപ്പൊ കൈരളിക്കുണ്ടല്ലോ, CPM-ന് വേണ്ടി, കോൺഗ്രസിന് വേണ്ടി പിന്നെ ജയ്ഹിന്ദ് ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഒരു ചാനൽ ഉണ്ടാക്കണം. ഇതിപ്പോ അവിടെ ഇവിടെയും തൊടാതെ ആരുടെ ചാനലാന്നോട്ട് അറിയില്ല. ഇത് സംഘത്തിന്റെ ആണോന്ന് ചോദിച്ചാൽ RSSന്റെ ആണോന്ന് ചോദിച്ചാൽ RSSന്റെ അല്ല, RSSകാർക്ക് അവിടെ വിലയുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. അങ്ങും ഇങ്ങും തൊടാത്തൊരു ചാനൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ചാനലും പത്രവും മുഖപത്രവും ചാനലുകളും ഒക്കെ തുടങ്ങുന്ന ഇത്തരം വിഷയങ്ങളെ അഡ്രസ് ചെയ്യാനാണ്. അത്തരം വിഷയങ്ങൾ അഡ്രസ് ചെയ്യുന്ന ചാനലുകൾ ഉണ്ടാവണം. ആ ചാനലുകളിലൂടെ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കണം. അതിന് പകരം ഏഷ്യാനെറ്റിനെ കടന്നാക്രമിച്ചിട്ട് എന്താ കാര്യമുള്ളത്? നമ്മുടെ വിഷയത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയായിരുന്നപ്പോഴും ഈ ഏഷ്യാനെറ്റ് ഉണ്ടല്ലോ. ഏഷ്യാനെറ്റ് ഇന്നലെ ഒരു രാജീവ് ചന്ദ്രശേഖർ വാങ്ങിയത്. അപ്പൊ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നതിൽ എന്ത് കാര്യമാണല്ലോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിന് വരുമാനം കിട്ടുന്ന മാർഗമാണ്, അദ്ദേഹം അതിൽ ഇൻവെസ്റ്റർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തൽ അതിൽ കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ മാറേണ്ടത് അവിടുത്തെ ജേർണലിസ്റ്റുകളുടെ മനോഭാവങ്ങൾ മാറണം. ആ ജേർണലിസ്റ്റുകളുടെ മനോഭാവം മാറണമെന്ന് വെച്ചാൽ ഭാഷയിൽ അത് ജേർണലിസ്റ്റുകൾ ആലോചിക്കണം. സത്യത്തിൽ ആലോചിച്ച് നോക്കൂ, എത്ര വൃത്തികെട്ട ഭാഷയാണ് പല ജേർണലിസ്റ്റുകൾ ഉപയോഗിക്കുന്നത്. സോഷ്യൽ മീഡിയയിലാണെങ്കിലും ജേർണലിസ്റ്റ് എന്ന പേര് നമ്മൾ സത്യത്തിൽ ഈ ജേർണലിസം പണ്ടൊക്കെ നമ്മൾ പറയില്ലേ, അക്ഷരം ഏറ്റവും നന്നായി എഴുതാൻ അറിയുന്ന, ഭംഗിയായി എഴുതാൻ അറിയുന്ന, നല്ല മലയാളത്തിൽ സംസാരിക്കാൻ അറിയുന്ന ആൾക്കാർ സരസ്വതി കടാക്ഷമുള്ളവരായിരുന്നു മാധ്യമപ്രവർത്തകർ. സരസ്വതി കടാക്ഷം ഏറെ ഉള്ളവരാണ് മാധ്യമപ്രവർത്തകർ. അവരുപയോഗിക്കുന്ന ഭാഷ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പോലും വൃത്തികെട്ട ഭാഷ ഉപയോഗിക്കുക. ആ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് തെറി പറയുന്ന ആൾക്കാരെ എനിക്കറിയാം. മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് തെറി പറയുന്ന ആൾക്കാരെ എനിക്കറിയാം. അത്തരത്തിലുള്ളവരെയൊക്കെ സത്യത്തിൽ മാധ്യമപ്രവർത്തകർ എന്ന ലേബൽ പോലും വിളിക്കാൻ പറ്റില്ല. അവരൊക്കെയാണ് മഞ്ഞ പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ലാതെ ഓൺലൈൻ ചാനലുകൾ എല്ലാം മഞ്ഞയാണ് എന്ന അർത്ഥത്തിൽ എടുക്കുക. മഞ്ഞ പത്രങ്ങൾ, മഞ്ഞ ചാനൽ, മഞ്ഞയൊന്നും അല്ലാത്ത ചാനലുകളുണ്ട്. എന്റെ ചാനലിൽ ഞാൻ ഒരിക്കലും ഒരു തെറി വർത്തമാനം പറയുക, ഏതെങ്കിലും ആരെങ്കിലും വികാരങ്ങളെ പിന്നെ ഉദ്ദീപിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൈങ്കിളി ഏതെങ്കിലും തരത്തിലുള്ള പൈങ്കിളി വിതരണം ചെയ്യുകയോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. വാർത്ത ചെയ്യുന്നു, രാഷ്ട്രീയം പറയുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു മഞ്ഞയും ഇവിടെ വിതരണം ചെയ്യുന്നില്ല, ഒരു വർഗീയതയും വിതരണം ചെയ്യുന്നില്ല. പറയാനുള്ള കാര്യങ്ങൾ വ്യക്തവും കൃത്യമായി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതെ, ഈ കാര്യത്തെക്കുറിച്ച് BJP പ്രവർത്തകരും ചിന്തിക്കട്ടെ, BJP നേതാക്കളും ചിന്തിക്കട്ടെ. ഒപ്പം ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരും മാന്യമായ ഭാഷയിൽ നിങ്ങൾക്ക് BJP അല്ല ആരെയും വിമർശിക്കാം, നരേന്ദ്രമോദിയെ വിമർശിക്കാം, അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം രാജ്യത്തുണ്ട്, അതാരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഏറ്റവും മ്ലേച്ഛമായ ഭാഷ ഉപയോഗിക്കുമ്പോഴാണ് നിങ്ങൾക്കെതിരെ അതിശക്തമായ എതിർപ്പ് വരുന്നത്. പിന്നെ അതുപോലെ വ്യാജ വാർത്തകൾ, അത്തരം കാര്യങ്ങൾ ആര് പറഞ്ഞാലും അതിനെ ജനം ചോദ്യം ചെയ്യും, അതിനെ എതിർക്കും, അത് സ്വാഭാവികമാണ്. അപ്പോൾ അത്തരം കുഴപ്പങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടത് മാധ്യമങ്ങളുടെ കടമയാണ്. തെറ്റുപറ്റിയാൽ തിരുത്തേണ്ടതും മാധ്യമങ്ങളുടെ ജോലിയാണ്. അത് തീർച്ചയായിട്ടും തെറ്റുപറ്റിയാൽ തിരുത്തുന്നത് ഒരു മോശം കാര്യമൊന്നുമല്ല, അത് നല്ല കാര്യം തന്നെയാണ്. മനുഷ്യർക്ക് ആർക്കും തെറ്റ് സംഭവിക്കാം. ആ തെറ്റ് തിരുത്തുമ്പോഴാണ് നമ്മുടെ മഹത്വം വർദ്ധിക്കുന്നത്. എന്തായാലും ഈ BJP ഈ പറഞ്ഞതുപോലെ ഏഷ്യാനെറ്റിന്റെ വിമർശനങ്ങളെ ഒരു പോസിറ്റീവായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് BJP മുന്നോട്ട് പോകട്ടെ. BJPയിലെ പ്രവർത്തകരും നേതാക്കളും സ്വയം അവർ ആത്മപരിശോധനയ്ക്ക് ഇക്കാര്യത്തിൽ തയ്യാറാകട്ടെ. ഒപ്പം ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങളും ഈ വിഷയത്തിൽ സ്വയം ചിന്തിച്ച് തങ്ങളുടെ അതിർത്തി, ആ പരിധി എവിടെയാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് നിയന്ത്രണം ഏർപ്പെടുത്തി അതിനുള്ളിൽ നിന്നുകൊണ്ട് മാധ്യമ പ്രവർത്തനം നടത്തട്ടെ. നിങ്ങൾക്ക് സത്യം പറയാം, ആരെയും ഭയക്കണ്ട, തീർച്ചയായിട്ടും നിർഭയം പറയാം. അതിലാരും നിങ്ങളെ ഒന്നും ചെയ്യാൻ വരില്ല. പക്ഷെ പറയുന്നത് സത്യമായിരിക്കണം, സഭ്യമായ ഭാഷയിലായിരിക്കും. അതെ, മാധ്യമപ്രവർത്തനത്തിന്റെ എത്തിക്സ് നിലനിർത്തേണ്ടത് നമ്മൾ തന്നെയാണ്, നമ്മൾ തന്നെയാണ്, അല്ല മറ്റാരും പുറത്തുനിന്ന് ആരും മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് ഭാഷയിൽ മിതത്വം പാലിക്കുക, അത്തരം കാര്യങ്ങൾ വ്യക്തിപരമായി ആക്രമിക്കാതിരിക്കുക, ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. വ്യക്തിപരമായി പ്രധാനമന്ത്രിയാണെങ്കിൽ ഈ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ള പ്രധാനമന്ത്രിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതിന് തുല്യമാണത്. അദ്ദേഹം കുട്ടികളോട് ക്ഷമിച്ചിരിക്കുന്നു പറയുന്നത്.
നിങ്ങൾക്ക് മൂർച്ചയുള്ള ഭാഷ ഉപയോഗിക്കാം വിമർശനത്തിന്, പക്ഷേ മ്ലേച്ഛമായ ഭാഷ ഉപയോഗിക്കരുത്. അതാണ് ആ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്താൻ മാധ്യമങ്ങളും തയ്യാറാകണം. നന്ദി, നമസ്കാരം. നന്ദി പ്രശാന്ത്.